എന്തിനാണ് ആരാണ് എവിടെയാണ് തല്ലെന്ന് അറിയില്ല, ഫുള്ള് തല്ല്. ഇന്ന് നമ്മുടെ ആൾക്കാർ പോയി കാണുന്ന മൂവീസ് എല്ലാം ഒരു എന്റർടൈൻമെന്റ് പേർപ്പസിൽ മാത്രമുള്ളതാണ്. ദൃശ്യം മോഡൽ എന്ന് പറഞ്ഞാൽ തന്നെ കൊലപാതകം എന്ന് നമുക്ക് ചേരുംപടി ചേർക്കാം എന്ന് പറയുന്ന അവസ്ഥയിലാണ്. സമൂഹത്തിന്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കൾച്ചറിനെ റോങ് ആയിട്ട് നയിക്കുന്നതിൽ സിനിമകൾക്ക് നല്ല പങ്കുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. വയലൻസ് പറഞ്ഞാൽ ഓരോ ആളുകൾ ചെറിയ മക്കളെയൊക്കെ കൊല്ലുക, പിച്ച് ഇങ്ങനെ കീറിപ്പറിക്കുക, ഇത്രയും വയലന്റ് ആയിട്ട് ഒരുപാട് പോർട്രയൽസ് വരികയാണ്. അപ്പൊ സിനിമകൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് 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 എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. മൈൻഡ് മാറ്റേഴ്സിന്റെ എപ്പിസോഡ് 3 സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയും വെല്ലുവിളികളെ പറ്റിയും അതിനുള്ള സൊല്യൂഷൻസിനെ പറ്റിയാണ്. നമ്മൾ അധ്യാപകരുടെ റോളിനെ പറ്റി ഡിസ്കസ് ചെയ്തു, രക്ഷിതാക്കളുടെ റോളിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇന്ന് വളരെ തികച്ചും റെലവൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടംപററി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. മൂവീസ് നമ്മുടെ മക്കളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പലപ്പോഴും നമ്മളെ ചർച്ചകളൊക്കെ പറയുന്നുണ്ട് സിനിമകൾക്ക് ഇതിന് റോൾ ഉണ്ടോ എന്ന്. ഉണ്ട് എന്നും ഇല്ല എന്നും പല ആളുകളും സംസാരിക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം നമ്മൾ പറഞ്ഞിരിക്കാം. ഹയർ സെക്കൻഡറിയിൽ 10 വർഷക്കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ സെൻഡ് ഓഫ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ടീച്ചേഴ്സിനൊക്കെ ഒരു പ്രത്യേക എന്താ പറയുക, 2 വർഷമൊക്കെ പഠിപ്പിച്ച കുട്ടികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഏറ്റവും ഇമോഷണൽ ആയിട്ടൊരു ഫീലിംഗ് കിട്ടുന്ന ഒരു സമയമാണ്. എന്നാൽ ഇന്നത്തെ സെൻഡ് ഓഫ് മാറിയിട്ടുണ്ട്. ഇത് മാറിയത് എപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷമാണ് കലാലയങ്ങളിലെ സെൻഡ് ഓഫിൻ്റെ രീതി മാറിയത്. അത് കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ദെൻ പ്രേമം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം സെൻഡ് ഓഫ് ആകുമ്പോൾ അല്ലെങ്കിൽ മാർച്ച് മാസമാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്കൂളുകളിലേക്ക് ഒരു ലെറ്റർ വരും, നിങ്ങളുടെ സെൻഡ് ഓഫ് എപ്പോഴാണ് അതിനെ കുറിച്ച് മുൻകൂട്ടി അറിയിക്കണമെന്ന്. കാരണം എന്താ വെച്ചാൽ അത്തരം ആഭാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ബൈക്കിലൊക്കെ വന്ന് മൊത്തം ക്യാമ്പസിൽ പലതരം കളറുകൾ അടിച്ച് പുസ്തകങ്ങൾ വലിച്ച് കയറി യൂണിഫോമുകൾ കയറി ചുമരിലൊക്കെ പലതും എഴുതി വെച്ച് അധ്യാപകർക്കെതിരെ ആക്രോശിച്ച് അതാണ് യഥാർത്ഥത്തിൽ അവരുടെ സെൻഡ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിനിമയുടെ ഇമ്പാക്റ്റാണ് അത്. മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാ സ്കൂളുകളിലും എല്ലാ സ്ഥലങ്ങളിലും സ്കൂളുകൾ തുടങ്ങുന്ന സമയത്തും അവസാന സമയത്തും ഫുള്ള് തല്ലായിരുന്നു. എന്തിനാണ് ആരാണ് എവിടെയാണ് തല്ലെന്ന് അറിയില്ല, ഫുള്ള് തല്ല്. തല്ലുമാല എന്ന് പറയുന്നത് സിനിമയ്ക്ക് ശേഷം ഉണ്ടായ മറ്റൊരു ഇമ്പാക്റ്റാണത്. അപ്പോൾ സിനിമകൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് 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 എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് സിനിമകളിൽ ഇത്തരം ആശയങ്ങളാണ് ഇപ്പോൾ കുത്തി നടക്കുന്നത്. അടിയോ ചീത്തതും വേണ്ടാത്തതും ഇല്ലാത്തതും, കൂടുതൽ അട്രാക്ഷൻ, കൂടുതൽ ആളുകളുടെ വ്യൂ, പിന്നെ 100 കോടി 200 കോടി 500 കോടി ക്ലബിലെത്താൻ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കൾച്ചറിനെ റോങ് ആയിട്ട് നയിക്കുന്നതിൽ സിനിമകൾക്ക് നല്ല പങ്കുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എഡ്യൂക്കേഷണൽ മൂവീസ് എല്ലാം ഉണ്ട്. പക്ഷേ എഡ്യൂക്കേഷണൽ മൂവീസ് 500 കോടിയും 400 കോടിയും ക്ലബിലൊന്നും എത്തൂല. അതുകൊണ്ട് തന്നെ ആളുകൾ അതിനൊന്നും കാണുന്നില്ല. മൂവീസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ആൾക്കാർ പോയി കാണുന്ന മൂവീസ് എല്ലാം ഒരു എന്റർടൈൻമെന്റ് പേർപ്പസിൽ മാത്രമുള്ളതാണ്. കുറച്ച് നേരം ഒന്ന് ആസ്വദിക്കണം, ആഘോഷിക്കണം. നമ്മൾ ദൃശ്യം എന്ന് പറയുന്ന മൂവി വന്നതിന് ശേഷം എത്ര കൊലപാതകങ്ങൾക്കാണ് ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് പറഞ്ഞിട്ട് വന്നത്. ദൃശ്യം മോഡൽ എന്ന് പറഞ്ഞാൽ തന്നെ കൊലപാതകം എന്ന് നമുക്ക് ചേരുംപടി ചേർക്കാം എന്ന് പറയുന്ന അവസ്ഥയിലാണ്. പുഷ്പ എന്ന് പറയുന്ന മൂവി, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിരുന്ന മാർക്കോ എന്ന് പറയുന്ന മൂവി വയലൻസിന്റെ അങ്ങേ അറ്റമാണ്. അത്ര വയലൻസ് പറഞ്ഞാൽ ഓരോ ആളുകൾ ചെറിയ മക്കളെയൊക്കെ കൊല്ലുക, പിച്ച് ഇങ്ങനെ കീറിപ്പറിക്കുക, ഇത്രയും വയലൻ്റ് ആയിട്ട് ഒരുപാട് പോർട്രയൽസ് വരികയാണ്. അവർക്ക് ഹീറോ പരിവേഷം കിട്ടുകയാണ്. അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ കേട്ട് രക്ഷിതാക്കളുടെ കൂടെയൊക്കെ മക്കൾ ഫിലിംസ് കാണുമ്പോൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മക്കൾ ഫിലിംസ് കാണുമ്പോൾ ഈ വയലൻസും ഈ കൊല്ലുന്നതും ഈ ഇങ്ങനെയുള്ള അക്രമങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് നോർമലൈസ്ഡ് ആവുകയാണ്. ഒരു ബിഹേവിയർ, നമ്മളൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും കാണുന്നതിനനുസരിച്ച് നമുക്കത് നോർമലായിട്ട് മാറും. ഒരു മൂവി നമ്മൾ ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്ന മയക്കുമരുന്ന്, ലഹരി, MDMA പോലത്തെ സാധനങ്ങളുടെ ഇൻഫ്ലുവൻസ് മൂവിക്ക് നല്ല പങ്കുണ്ട്. അതേപോലെ ഈ മാഫിയകളാണ്, നമ്മൾ പല ആക്ടേഴ്സിനെയും ആക്ട്രസസിനെയും ഡ്രഗ്സ് ക്യാരി ചെയ്തിട്ട് പിടിക്കുന്നുണ്ട്. അവർ ഡ്രഗ്സ് പാർട്ടി നടത്തിയിട്ട് അവർ പിടിക്കുന്നുണ്ട്. ഫിലിം സ്റ്റാർസിനും അവിടെ അഭിനയിക്കുന്ന ആളുകൾക്കും അതിൻ്റെ ആളുകൾക്കും നല്ല പങ്കുണ്ട്. വയലൻസ് ഇൻഡ്യൂസ് ചെയ്യുന്നതിൽ മൂവീസിന് ചെറുതല്ലാത്ത റോളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഭരണകൂടമൊക്കെ നമ്മുടെ മക്കൾ ഇപ്പോൾ പല സ്ഥലങ്ങളും നമ്മൾ ചില ഗെയിംസ് ഒക്കെ ബാൻ ചെയ്യുന്നില്ല. എന്തിനാണ് ഗെയിംസ് ബാൻ ചെയ്യുന്നത്? ചിലപ്പോൾ അത് കുട്ടിയുടെ ഇമോഷണലി മെൻ്റലി ആ കുട്ടീനെ ബാധിക്കുന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് കാണാൻ പറ്റാവുന്ന
മൂവീസ് ഏതാണ്, കാണാൻ പറ്റാത്ത മൂവീസ് ആണെന്നുള്ള സെൻസറിങ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇതൊരു വയലന്റ് മെസ്സേജ്, കുട്ടികൾക്കൊരു ഹീറോയിസം, എന്തും എസ്പെഷ്യലി ഒരു ടീനേജിലെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇമിറ്റേഷൻ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ അധ്യാപകർ ഇമിറ്റേറ്റ് ചെയ്യും, നമ്മൾക്ക് ചെറുപ്പത്തിൽ അധ്യാപകർ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാവാം, ക്രിക്കറ്റ് പ്ലേയേഴ്സിന് ഇമിറ്റേറ്റ് ചെയ്യുന്നവരാവാം. ഇന്ന് ഇമിറ്റേറ്റ് ചെയ്യുന്നത് വയലൻസ് ചെയ്യുന്നത്. വയലൻസ് സെലിബ്രേറ്റഡ് ആവുകയാണ്. കുട്ടികൾക്ക് വേണ്ടി അറ്റൻഷൻ വയലൻസിലൂടെ ആണെങ്കിൽ വയലൻസിലൂടെ കിട്ടുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി മലപ്പുറത്തൊരു സ്കൂളിൽ സെൻറ്റ് ഓഫിന് +2+1 സെൻറ്റ് ഓഫ് ആണ്. അപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. പിറ്റേ ദിവസം +1 ഒരു പയ്യൻ അവിടെ വരുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ഡോഗിനെയും കൊണ്ട് ആ സ്കൂളിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഹീറോയിസം കാണിച്ചിട്ട് +2 പിള്ളേരുടെ മേലാണോ ആ ഡോഗിനെ കൊണ്ടിട്ട് ഇങ്ങനെ ഒരു ഹീറോ പരിവേഷം കാണിക്കുകയാണ്. അങ്ങനെ ഡ്രഗ്സ് ഒക്കെ കൊണ്ടുവരിക. വണ്ടികളുടെ അതിപ്രസരം. ഈ അടുത്തിപ്പം വണ്ടി BMW എടുത്തിട്ട് ഒരാൾ വന്നിരിക്കുകയാണ് 10ാം ക്ലാസ് വരെ സ്കൂളുകളിലേക്ക്. എന്നിട്ട് അവിടെ വന്നിട്ട് വണ്ടി കൊണ്ട് ഇങ്ങനെ കറങ്ങി കളിക്കുകയാണ്. ഇതൊക്കെ സിനിമയിൽ നിന്ന് കണ്ടുവരുന്ന ഓരോ രീതികൾ. എല്ലാവർക്കും ഹീറോ ആവണം അല്ലേ? അങ്ങനത്തെ ഒരു സ്വഭാവ രീതിയാണ് വരുന്നത്. മൂവീസ് ഞാൻ പറയട്ടെ, ഒരു കാര്യത്തിന് നന്മയുണ്ടാവും തിന്മയുണ്ടാവും. ചില മൂവീസ് നന്മ മേ ബി പറയുന്ന ആളുകൾക്ക് നന്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവായിരിക്കും. ചിലപ്പോൾ അത് നമ്മളെ ഹാപ്പി ആക്കുന്നുണ്ട്, നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്, നമുക്ക് എൻജോയ്മെന്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അതൊക്കെ ശരിയാണ്. പക്ഷെ ഇതിന്റെ നന്മയും തിന്മയും എടുത്തു നോക്കുമ്പോൾ തിന്മ തന്നെയാണ് കൂടുതൽ. പല മൂവീസിൽ നിന്നും ഇപ്പൊ എസ്പെഷ്യലി റീസെന്റ് ഇറങ്ങുന്ന മൂവീസിൽ വയലൻസ് ഒരു തീമായി വരുന്നുണ്ട്. ആ വയലൻസ് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുടെ ചെറിയ മക്കൾക്ക് പോലും എങ്ങനെ കൊല്ലണമെന്നും എങ്ങനെ സൂയിസൈഡ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ പുകവലിക്കണമെന്നും ടെൻഷൻ വരുമ്പോൾ കള്ളു കുടിക്കണം എന്നുള്ള ഫീൽ കിട്ടുന്നത് മൂവീസ് നല്ലാതെ. മാത്രമല്ല ഈ മൂവീസ് കാണുമ്പോൾ പുകവലി ശരീരത്തിന് ഹാനികരം എഴുതി വെക്കേണ്ട വല്ല ആവശ്യം ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് പകരം ആ സീൻ ഒഴിവാക്കല്ലേ വേണ്ടത്. അത് എഴുതി കാണിക്കുന്നത് എന്തോ ഇല്ല, നമ്മൾ വായിക്കുന്നതൊന്നും നമ്മളെ മനസ്സിലേക്ക് കയറില്ല, കാണുന്നതേ മനസ്സിലേക്ക് കയറുള്ളൂ. സിഗരറ്റിന്റെ ബോക്സിലെല്ലാം ഇത് സിഗരറ്റ് വലിക്കുന്നത് ക്യാൻസറിന് കാരണമാവും പിക്ചർ കൂടി കൊടുത്തിട്ടുണ്ടോ? എന്നിട്ട് അത് ആൾക്കാർ വാങ്ങുന്നില്ല. ശരിക്കും ഞാൻ പറയട്ടെ, ആ എഴുതി വെച്ചത് കൊണ്ടും പിക്ചർ കൊടുത്തത് കൊണ്ടും ക്യാൻസർ വരാനുള്ള കാരണം കൂടുക ചെയ്യുക. കാരണം ഇത് വിഷ്വലൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇയാൾ മെന്റലി കൂടെ റെഡി ആവണം, ക്യാൻസർ റെഡി ആവണം. അപ്പോൾ ഇത് ചിലപ്പം എന്താ പറയാ ഈ ഹോസ്പിറ്റലുടെ കളികളായിരിക്കാം മേ ബി. കാരണം അവർ കൂടുതൽ അതൊന്നും ശരിക്കും അതിന്റെ നമ്മളൊരു സിഗരറ്റ് കൺസംഷൻസിന്റെ കണക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു വാർണിംഗ് കൊടുത്തതിന് ശേഷം സിഗരറ്റ് കൺസംഷൻ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് എഫക്റ്റീവായി എന്ന് പറയാൻ പറ്റുമോ? അത് പോയിട്ടില്ല, മേലോട്ട് തന്നെയാണ് പോകുന്നത്. സോ ഇതൊക്കെ ഒരു നിയമമൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇടപെടുന്ന രീതി, നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒരു റൂട്ട് കോസ് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യാതെ മാറണമെന്ന് ആഗ്രഹിച്ചിട്ട് കൊടുക്കുന്നതല്ല ഇത്. ഇതൊക്കെ ഫോർ ദി സേക്കിന് വേണ്ടിയിട്ട് ഫേക്കിയാണ്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ടൂർ ബസ്സിൽ പോയുള്ള ആഭാസങ്ങൾ, അങ്ങനത്തെ മ്യൂസിക്സ് അങ്ങനെയൊക്കെ വെച്ച് പോയി അതിന്റെ പെയിന്റ് അടി മാറ്റിയത് കൊണ്ട് മാത്രം ആ പ്രോബ്ലം സോൾവ് ആവും? വെള്ള ബസ്സായതുകൊണ്ട് ഇല്ല. അപ്പം ശരിക്കുള്ള സൊല്യൂഷൻ അല്ല. അപ്പം സിനിമ മേഖലയെ ഇതിനൊന്നും നമുക്ക് തടയാൻ പറ്റില്ല. പാരൻസും കുട്ടികളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിൽ അഡിക്റ്റഡ് ആവാതിരിക്കുക, അത്തരം കാര്യങ്ങൾ പോയി കാണാതിരിക്കുക എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ കണ്ടിട്ട് കുറേ പൈസകൾ കൊടുക്കുക, എന്നിട്ട് ഇതും കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ കുട്ടി മരുന്ന് പഠിക്കുകയാണ്. പ്രത്യേകിച്ച് ലൈംഗികത. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ദിലീപും കാവ്യ മാധവൻ്റെ ഏതോ ഒരു ഫിലിം, അതാ ഫിലിമൊന്നും എനിക്കറിയില്ല, പക്ഷേ അതിൻ്റെ പോസ്റ്റർ എല്ലാ ഇടങ്ങളിലും കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിൻ്റെ മുഖം കാവ്യ മാധവൻ ഇങ്ങനെ കടിക്കുന്ന മുഖം ഇങ്ങനെ വന്നിട്ട് അവസാനം ഇങ്ങനെ കടിക്കുന്നു. ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് അട്രാക്ട് ചെയ്യുന്നത്. ഇത് കാണാൻ ആളുകൾ അങ്ങോട്ട് ക്ഷണിക്കുന്നത്. ഇത് സാധാരണ നോർമൽ ഫിലിമാണ്, ഫാമിലി ഫിലിമാണ്, പക്ഷേ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ലൈംഗികത എക്സ്പോഷർ ചെയ്യുക, അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ വിപണനം നന്നായി കൊണ്ടുപോവുക, കുട്ടികളെ വയലൻസ് ആക്കുക എന്ന ഉദ്ദേശം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. ആ അർത്ഥത്തിലാണ് പുതിയ ഫിലിമുകളും സിനിമകളും. സോ നമ്മൾ ചിന്തിക്കുക വേണോ വേണ്ടോ എന്നുള്ളത്. അതെ.